അപ്പോൾ മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ ഡബ്ബാവാലസിൻ്റെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് നോക്കിയാലോ. വേഗം തന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ ഓടിച്ച് നോക്കാം. മെയിൻ പോയിന്റ്സ് ഒക്കെ മിസ് പറഞ്ഞു തരാം. നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ മക്കളെ. യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ടൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. അവിടെ റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ വർക്ക് ഷീറ്റ്സും മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ ആൽഫ ബാച്ചിലുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, നമുക്ക് ബാക്ക് ടു ആ ടോപ്പിക് നോക്കിക്കേ. നമ്മുടെ ചാപ്റ്റർ മിസ് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞതായി ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ സമ്മറി കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല, ഉറപ്പായിട്ടും വായിച്ച് നോക്കി അവസാനത്തെ ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ യൂസ് ചെയ്യാം. സമ്മറി നോക്കാം നമുക്ക്. വൈ ഡബ്ബാവാലാസ് ആർ നീഡഡ് ഇൻ മുംബൈ. മുംബൈയിലാണ് ഡബ്ബാവാലാസ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ കുട്ടികൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഡബ്ബാവാലാസ് എങ്ങനെയാണ് മുംബൈയിൽ നീഡഡ് ആയിട്ട് മാറുന്നത്, എന്തുകൊണ്ടാണ്, വൈ ദേ ആർ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് അവർ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത് അല്ലേ. മുംബൈ ഈസ് ക്രൗഡഡ് ആൻഡ് വെരി എക്സ്പെൻസീവ്. മുംബൈ എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. അവിടുത്തെ ലൈഫ് കോസ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് എന്ന് നമ്മൾ കണ്ടു. മോസ്റ്റ് വർക്കേഴ്സ് ലിവ് ഫാർ ഫ്രം ദ വർക്ക് പ്ലേസ്. അവരുടെ വർക്ക് പ്ലേസിൽ നിന്നും ഒത്തിരി ദൂരെയാണ് ഓരോ മുംബൈക്കേഴ്സും അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സും ജീവിക്കുന്നത്, മോസ്റ്റ് വർക്കേഴ്സും ജീവിക്കുന്നത്. പീപ്പിൾ കം ഫ്രം ഓൾ ഓവർ ഇന്ത്യ, സോ ദേ പ്രിഫർ ഹോം മെയ്ഡ് ഫുഡ്. ഓക്കെ, പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മുംബൈയിലുണ്ട്. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി വരും അല്ലേ. അതായത് നമ്മുടെ ഫുഡ് ഡെലിക്കസി എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സംഭവം എന്തായിരിക്കും, എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് മുംബൈയിൽ കാണാൻ പറ്റുന്നത്. കാരണം പല ടൈപ്പ് ഓഫ് ആളുകളാണ് അവിടെയുള്ളത്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താണ്, വളരെ വലിയൊരു ഡൈവേഴ്സിറ്റി അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലിവിങ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈറ്ററീസിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്ലസ് വർക്ക് പ്ലേസിൽ നിന്നും ഒത്തിരി ദൂരെയാണ് വീട്, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള ഒരു ഏർപ്പാടുമില്ല. അപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഈറ്റിംഗ് ഔട്ട് ഇസ് കോസ്റ്റ്ലി ആൻഡ് ഇന്ത്യൻസ് യൂഷ്വലി ലൈക്ക് ഹോം കുക്ക്ഡ് മീൽസ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കഴിക്കുക എന്ന് പറയുന്നത്, പുറത്ത് നിന്ന് കഴിക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇന്ത്യൻസിന് നമുക്ക് എന്താണ്, ഹോട്ടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഹോം കുക്ക്ഡ് മീൽസാണ് നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഡബ്ബാവാലാസ് മുംബൈയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. കണ്ടോ, ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. വൈ ഡബ്ബാവാലാസ് ആർ നീഡഡ് ഇൻ മുംബൈ. എന്തുകൊണ്ടാണ് ഡബ്ബാവാലാസ് മുംബൈക്ക് ആവശ്യം എന്നുള്ള കാര്യമാണ് പഠിച്ചത്. ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്, വർക്ക് പ്ലേസ് ദൂരെയാണെന്നുള്ള കാര്യം, ഹോം കുക്ക്ഡ് മീൽസ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം, പ്ലസ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരുടെയും ഫുഡ് ഒരു സംസ്കാരം എന്ന് പറയുന്നത് വേറെയാണ് എന്നുള്ള കാര്യം, കൾച്ചർ എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ബിഗിനിങ് ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം. ഡബ്ബാവാല സിസ്റ്റം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1890. 1890ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ പാഴ്സി ലേഡി ദാദർ ആസ്ക്ഡ് മഹാദു ഇവാജി. ഓക്കെ, യെസ്, മഹാദു ഇവാജിയാണ് ഫസ്റ്റത്തെ ഡബ്ബാവാല അല്ലേ, ഇവാജി ബച്ച. ഓക്കെ, ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എവിടെയുണ്ട്, കുറേ ദൂരെയുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഡബ്ബ കൊണ്ടുവിടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഹോം കുക്ക്ഡ് മീൽ അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഡബ്ബാവാല സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡെലിവർ ലഞ്ച് ടു ഹർ ഹസ്ബൻഡ്. ദിസ് സ്മോൾ ആക്ട് ബിക്കെയിം ദ സ്റ്റാർട്ട് ഓഫ് ദ ഡബ്ബാവാല നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് ഈ ഒരു ചെറിയ ആക്ട് അല്ലേ, ഇതാണ് ഡബ്ബാവാല നെറ്റ്വർക്കിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഒരു പാഴ്സി ലേഡി ആയിട്ടുള്ള ദാദറാണ് ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ അവർ കാരണം കൊണ്ടാണ് ഈ ഒരു ഡബ്ബാവാല സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഹൗ ദ സിസ്റ്റം വർക്ക്സ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കേട്ടോ. യെസ്, നോക്കിക്കേ. ഡബ്ബാവാലാസ് കളക്ട് ടിഫിൻസ് ഫ്രം ഹോംസ് ഏർലി ഇൻ ദ ഏർലി മോർണിംഗ് തന്നെ എല്ലാ വീടുകളിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്യുന്നു. ദേ സോർട്ട് ദം അറ്റ് റെയിൽവേ സ്റ്റേഷൻസ് യൂസിങ് ട്രേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ അവരുടെ ഈ ഒരു ഡബ്ബാസ് സോർട്ട് ചെയ്യുന്നുണ്ട്. എ ട്രേ ക്യാൻ ഹോൾഡ് 40 to 45 ടിഫിൻസ് ആൻഡ് ക്യാൻ വെയിറ്റ് അപ് ടു 100 kilos. ഓക്കെ, ഒരു ട്രേയിൽ 40 മുതൽ 45 ടിഫിൻസ് ഉണ്ടായിരിക്കും. വെയിറ്റ് ചെയ്യുന്നത് എന്താ,
100 kilos വരെ വെയിറ്റ് ഉണ്ടായിരിക്കും. There are many changing points where trees are shifted quickly. ഓരോ ചേഞ്ചിങ് പോയിന്റ്സ് ഉണ്ടായിരിക്കും, അവിടെ ട്രീസ് വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. They deliver all tiffins by 1 PM and return empty carriers by 5:30 PM. ഓക്കെ, 1 മണിയോട് കൂടെ എല്ലാതും ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ എംറ്റി ആയിട്ടുള്ള ഈ ഒരു ഡബ്ബാസ് തിരിച്ച് 5:30 വീടുകളിൽ എത്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ആ ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡൊക്കെ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം മിസ് ഇതിൽ കൊടുത്തിട്ടില്ല, സ്റ്റിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൽഫ ന്യൂമറിക്കൽ കോഡ് വെച്ചിട്ടാണ് ഇത് മാറിപ്പോവാതെ കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം നടക്കുന്നത്, റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ അവരുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയണം കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ പോവാണ് ചെയ്യുക അല്ലേ, പിന്നെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. യെസ്, ഇനിയോ ദ സീക്രറ്റ് ഓഫ് ദർ ആക്യുറസി. ആക്യുറസിൻ്റെ ഒരു സീക്രറ്റ് എന്താണെന്നുള്ളത്, എവറി ടിഫിൻ ഹാസ് ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് അല്ലേ. ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് എല്ലാ ടിഫിനും ഉണ്ട്. ദ ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ, ചേഞ്ചസ്, ഡെലിവറി ഏരിയ ആൻഡ് ദ ഡബ്ബാവാല റെസ്പോൺസിബിൾ. ഇത്രയും പോയിന്റ്സ് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ദേ ക്രിയേറ്റഡ് ദ സിസ്റ്റം ദെംസെൽസ് വിത്തൗട്ട് MBS. MBS ഒന്നുമില്ലാണ്ട് അവർ തന്നെയാണ് ഈ ഒരു സിസ്റ്റം അവർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിസിപ്ലിനെ പറ്റിയിട്ടും ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്, ഡബ്ബാവാലാസിന് ഗെറ്റ് സ്ട്രിക്റ്റ് ട്രെയിനിങ്. ഒരു സ്ട്രിക്റ്റ് ട്രെയിനിങ് ആണ് അവർക്ക്, റിജിഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കിട്ടുന്നത്. ദേ മസ്റ്റ് ബി പൊളൈറ്റ് ആയിരിക്കണം. നെവർ ഡ്രങ്ക് അല്ലെ, ഒരിക്കലും മദ്യം കഴിച്ചിട്ടൊന്നും പറ്റില്ല. ആൻഡ് ഓൾവേസ് വെയർ ദർ വൈറ്റ് ക്യാപ്പ് ഉണ്ടായിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇഫ് ദേ ബ്രേക്ക് റൂൾസ്, ഇനി അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ഫൈൻഡ് ഓർ റിമൂവ്ഡ്. ആദ്യം തന്നെ ഫൈൻ ഉണ്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. ദസ് കീപ്സ് ദ സിസ്റ്റം വെരി ഡിസിപ്ലിൻഡ്. അപ്പോൾ നല്ല ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്രയും റിജിഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. സോ സിസ്റ്റം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. സൈസ് ഓഫ് ദ നെറ്റ്വർക്ക്, അവർ എവർ ഗ്രോയിങ് ആണ് അല്ലെ, ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3,500 ഡബ്ബാവാലസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ. വെസ്റ്റേൺ റെയിൽവേയിൽ എത്രയുണ്ട്, 3,500 ഡബ്ബാവാലസ് ഉണ്ട്. അതിൽ തന്നെ 1,500 ഓൺ ദ സെൻട്രൽ റെയിൽവേയിൽ ഉണ്ട്. സെൻട്രൽ റെയിൽവേയിൽ എത്രയാണ്, 1,500. They serve about 2 lakh customers daily. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്കുകൾ പഠിച്ചു വെക്കണം എന്നില്ല, സ്റ്റിൽ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 2 lakh customers ആണ് ഇവർക്കുള്ളത് ഡെയിലി. അത് ഇപ്പോഴും എവർ ഗ്രോയിങ് ആണ്. ഇനി ദാർ റിലയബിലിറ്റി അല്ലെ, അവരെ വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസ്യത എന്ന് പറയാം അല്ലേ. ചാർജ് അറൗണ്ട് 500 a month. ഒരു മന്തിന് 500 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ദേ റയർലി മേക്ക് മിസ്റ്റേക്സ്, അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കാറില്ല. A customer, E.L. Paulo, says they never missed his tiffin in 10 years. 10 years ആയ അദ്ദേഹം എന്താണ്, E.L. Paulo അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ഇന്റർനാഷണൽ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടിഫിൻ എത്ര വർഷമായിട്ട്, 10 വർഷമായിട്ട് ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇനി ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ അല്ലേ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല അങ്ങ് ഇന്റർനാഷണൽ പിടികൂടെ നമ്മുടെ ഡബ്ബാവാല സിസ്റ്റത്തിനുണ്ട്. ബിസിനസ് സ്കൂൾസ് അഡ്മയർ ദർ എഫിഷ്യൻസി. ബിസിനസ് സ്കൂൾസ് ഒക്കെ എന്താണ്, ഇവരുടെ എഫിഷ്യൻസിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ദെൻ ഈവൻ പ്രിൻസ് അല്ലെ, കിങ് ചാൾസ്, ഇപ്പോൾ കിങ് ആണ് ചാൾസ് വരെ ഇവരുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡബ്ബാവാല സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇപ്പോൾ മിസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ചാപ്റ്ററാണ്, വായിച്ചു നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് പറഞ്ഞു. ഹൗ ദേ വർക്ക് എന്നുള്ളതും അവരുടെ ആ ഒരു ടീം വർക്കും അവരുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ എന്താണ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കൊണ്ടു നടക്കണം, ഓർഗനൈസിങ് സ്കിൽസും ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട, അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമിന് എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററൊക്കെ മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും all the very best.